ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ കാർത്തിക് മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞെവിടെയെന്ന്. ആ സമയത്താണെങ്കിൽ സാവിത്രിയുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു. പെട്ടെന്ന് സാവിത്രി ചായയുമായിട്ട് വരുന്നുണ്ട്. കുഞ്ഞെവിടെയെന്ന് അമ്മയോട് ചോദിക്കുന്നുണ്ട്. സാവിത്രി അപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല. കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഇവൾ പറഞ്ഞത് അമ്മയുടെ അടുത്തുണ്ടെന്നാണല്ലോ എന്നൊക്കെ. സാവിത്രി അപ്പോൾ പറയുന്നുണ്ട് ഇവൾ കള്ളം പറഞ്ഞതാണ്, അവളാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞായിരിക്കുമെന്നൊക്കെ പറയുന്നു. കുഞ്ഞ് കരയുന്ന സൗണ്ട് കേട്ടിട്ട് എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്. അതേസമയം കുഞ്ഞിനെയാണെങ്കിൽ നന്ദിനി എടുത്തിരിക്കുകയാണ്. നന്ദിനിയുടെ കയ്യിൽ കുഞ്ഞിനെ കാണുമ്പോൾ സാവിത്രിയും കാർത്തിക്കും മീനാക്ഷിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാണ് കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്നു. അവിടുത്തെ ബഹളം കേട്ടുകൊണ്ട് എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. മീനാക്ഷി രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കാർത്തിക്കിന് പനിയായതും പോയി നന്ദിനിയെ വിളിച്ചതുമൊക്കെ പറയുന്നു. നന്ദിനി കുഞ്ഞിനെ കൊണ്ടുപോയതും എല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ കാർത്തിക് ആണെങ്കിൽ മീനാക്ഷിയോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്തിനാണ് വല്ലവരുടെ കയ്യിലും കുഞ്ഞിനെ കൊടുത്തു വിട്ടതെന്നൊക്കെ. കൈമൾ മുത്തശ്ശൻ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട് അത് വല്ലവരൊന്നുമല്ല, നിന്നെ വളർത്തിയ പോറ്റമ്മ തന്നെയാണെന്ന് പറയുന്നു. നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാനാണ് നോക്കിയത്, അല്ലാതെ ഉപദ്രവിക്കാനൊന്നുമല്ലെന്നൊക്കെ പറയുന്നുണ്ട്. നന്ദിനിക്കാണെങ്കിൽ കാർത്തിക് പറയുന്നതെല്ലാം കേട്ടിട്ട് സങ്കടമായിട്ട് കരയുന്നു. സാവിത്രി അപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഈ അതിരിനിപ്പുറത്തോട്ട് ആരും കടക്കരുതെന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു. ജഗദീഷിന്റെ ഭാര്യ മാലതി അപ്പോൾ പറയുന്നുണ്ട് ഇത് പറയാൻ നിങ്ങൾക്ക് ഒരവകാശവുമില്ല. ഈ വീടിനാണെങ്കിൽ ശരിക്കും അവകാശമുള്ളത് ജയറാമേട്ടനും ജഗദീഷ് ഏട്ടനുമാണ്, അവരെ മക്കൾക്കുമാണ്. കല്യാണം കഴിച്ചു വിട്ട പെങ്ങൾക്കാണെങ്കിൽ അത്രയ്ക്ക് അവകാശമില്ല. രാമഭദ്രേട്ടന്റെ വീട്ടിലാണ് താമസിക്കേണ്ടതെന്നൊക്കെ പറയുന്നു. സാവിത്രി അപ്പോൾ പറയുന്നുണ്ട് നിന്റെ ആങ്ങള കാരണമാണ് എന്റെ മകന്റെ ജീവിതം തകർന്നതെന്ന്. ജഗദീഷിന്റെ ഭാര്യ അപ്പോൾ പറയുന്നുണ്ട് എന്റെ ആങ്ങളെ കണ്ണും കൈയും കാണിച്ച് മയക്കിയെടുത്തത് മൈഥിലിയാണെന്നൊക്കെ. കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും ഇപ്പൊ സംസാരിക്കേണ്ട, ഇവിടുത്തെ പ്രശ്നം വേറെയാണ്. ഇനിയും ഇവിടെ അതിര് കടന്ന് എന്റെ കുഞ്ഞിനെ എടുക്കാനോ ഇങ്ങോട്ട് വരാനോ പാടില്ല എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും കൂടെ എന്നെ കുറെ രക്ഷിച്ചതാണ്, ഇനിയും എന്റെ കുഞ്ഞിനെയും കൂടെ ആരും രക്ഷിക്കാൻ വരണ്ട എന്നൊക്കെ പറയുന്നു. മീനാക്ഷിയോട് പറയുന്നുണ്ട് നീ ആണെങ്കിൽ എന്റെ അടിമ മാത്രമാണ്, എന്റെ ജോലിക്കാരിയുമാണ്, നീ എന്റെ കുഞ്ഞിനെ നോക്കിക്കോണം, ഇനിയും ഇതുപോലെ ആവർത്തിച്ചാൽ നിന്റെ കവിളടിച്ചു പൊട്ടിക്കുമെന്നൊക്കെ പറയുന്നു. ജഗദീഷിന് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ജഗദീഷ് അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞിന്റെ നേരെ നീ കൈ ഓങ്ങിയാൽ വിവരം അറിയുമെന്നൊക്കെ. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും, പക്ഷെ അവളോട് സ്നേഹത്തിലാകാതെ നീ അവളുടെ ദേഹത്തെങ്ങാണ് കൈവച്ചെന്നറിഞ്ഞാൽ നീ ഉറപ്പായിട്ടും വിവരം അറിയും, ഏത് പോലീസുകാരനാണെന്ന് നോക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാർത്തിക് ദേഷ്യത്തോടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. നന്ദിനി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. മീനാക്ഷിയും ഒരുപാട് സങ്കടത്തിലാണ്. മുത്തശ്ശൻ രാജലക്ഷ്മിയമ്മയോട് പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം നമ്മുടെ മകൾ സാവിത്രി തന്നെയാണെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് ജയറാമിനെയാണ്. വിഷമിച്ചിരിക്കുന്ന ജയറാമിന്റെ അടുത്തേക്ക് അച്ഛൻ ചെല്ലുന്നു. അച്ഛൻ ജയറാമിനോട് പറയുന്നുണ്ട് എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്നൊക്കെ. ജയറാം പറയുന്നുണ്ട് ജാമ്യത്തിന് വരണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നെന്ന്. അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് നിന്റെ അമ്മ നിന്നോട് ദേഷ്യപ്പെടുന്നെന്ന് കരുതി നിന്നോട് സ്നേഹമില്ലെന്ന് കരുതരുത്, നിന്നോടുള്ള സ്നേഹമാണ് അതൊക്കെ എന്നൊക്കെ പറയുന്നു. പക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. അത് മാത്രമല്ല നീ ആണെങ്കിൽ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടമാണെന്നൊക്കെ പറയുന്നുണ്ട്. നീ വേറെങ്ങോട്ടുമല്ലല്ലോ പോകുന്നത്, ജയിലിലേക്കല്ലേ എന്നൊക്കെ പറയുന്നു. ജയറാം ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാം എന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമാണെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ മനസ്സിലായെന്നൊക്കെ. എല്ലാം ശരിയാകുമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ആശ്വസിപ്പിച്ചിട്ട് പോകുന്നു. പിന്നീട് മീനാക്ഷി ആണെങ്കിൽ റൂമിലേക്ക് വന്നിട്ട് കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് കാർത്തിക് ദേഷ്യപ്പെടുന്നുണ്ട്. എന്റെ കുഞ്ഞിനെ എടുത്ത് വല്ലവർക്കും കൊടുക്കാൻ വേണ്ടിയാണോ നീ എടുക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നു. മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് വല്ലവരും എന്നും പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരെയാണ്, അവരെല്ലാം നല്ലവർ തന്നെയാണ്, ആരും നിങ്ങളുടെ കുഞ്ഞിനെ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നു. നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു, പക്ഷെ ഈ കുഞ്ഞിനോട് മാത്രം എനിക്ക് സ്നേഹമില്ലെന്നൊന്നും പറഞ്ഞേക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി സങ്കടത്തോടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് കുഞ്ഞു കരയുന്നു. കുഞ്ഞു കരയുന്നത് കേട്ടിട്ട് മീനാക്ഷി തിരിച്ച് കുഞ്ഞിന്റെ അടുത്തേക്ക് വരുന്നു. കാർത്തിക് അപ്പോൾ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. വാങ്ങിക്കോളാൻ എന്ന് പറയുന്നു. മീനാക്ഷി കാർത്തികിന്റെ നെറ്റിൽ ചൂടുണ്ടോ എന്ന് തൊട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ കാർത്തിക് ഒന്നും പറയുന്നില്ല. മീനാക്ഷി കുഞ്ഞിനെ എടുത്തിട്ട് ഒരുപാട് ഉമ്മ കൊടുക്കുന്നു. അതിനുശേഷം കുഞ്ഞുമായിട്ട് പോകുന്നുണ്ട്. മീനാക്ഷി പോയതിനു ശേഷം കാർത്തിക് ആലോചിച്ച് നിൽക്കുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്